നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ എല്ലാവരും കൂടെ ആഹാരം കഴിക്കാനിരിക്കുകയാണ്. ആ സമയത്ത് കമല ശ്രീജയോടും നന്ദിനിയോടും പറഞ്ഞു, നിങ്ങളും കൂടി ഇരിക്കാൻ പറയണം. അപ്പോഴേക്ക് ശ്രീജ പറഞ്ഞു, വേണ്ടമ്മേ, ഞങ്ങൾ പിന്നെ ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് മാഷ് പറഞ്ഞു, അതെ, മക്കളെ എഴുന്നേപ്പിച്ചിട്ട് മരുമക്കളെ ഇരുത്തേണ്ട സമയമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം ഒന്ന് നോക്കി മാഷിനെ വിനായകൻ. എന്നിട്ട് ചോദിച്ചു, അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞ്, വേണമെങ്കിൽ ഞാൻ എഴുന്നേറ്റ് കൊടുക്കാം, നന്ദിനി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. വേണ്ട, തൽക്കാലത്തേക്ക് ഇന്ന് നീ അവിടെ ഇരിക്കുക, എനിക്ക് അല്പം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിനായകന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. കമല ചോദിച്ചു, അല്ല മാഷേ, ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം സംസാരിച്ചാൽ പോരെ? അങ്ങനെ മതിയായിരുന്നു, പക്ഷേ കഴിച്ചു കഴിയുമ്പം സംസാരിക്കാനായിട്ട് എല്ലാവരും ഒരുമിച്ച് കിട്ടത്തില്ലല്ലോ, അതുകൊണ്ട് കഴിക്കണ സമയത്ത് അങ്ങോട്ട് പറഞ്ഞേക്കാന്ന് വെച്ചു. അപ്പോഴേക്കും കമലേച്ച്, എന്താ മാഷേന്ന് ചോദിച്ചു. അല്ല, വേറെ ഒരു തീരുമാനം എടുത്തല്ലോ, അതിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എനിക്കറിയണം, എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്നിങ്ങനെ മാഷ് ചോദിച്ചു. വേദ ചെയ്ത് ശരിയാണോ തെറ്റാണോ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്കറിയണം, അതറിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങളിലേക്ക് പോവാൻ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടിച്ചപ്പോൾ ആരും ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും വിശ്വത്തോട് ചോദിച്ചു, വിശ്വ, നീയല്ലേ മൂത്താള്, നീ പറ എന്താ എന്ന് ചോദിക്കണം. അല്ല, അത് പിന്നെ വേദ സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് ഇറങ്ങിപ്പോയതല്ലേ, അല്ല നിന്റെ അഭിപ്രായം ഞാൻ ചോദിച്ചത്, അതാ എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു. വിശ്വത്തിന് എന്ത് മറുപടി പറയണമെന്നറിയില്ല. പിന്നീട് വിശ്വം പറഞ്ഞു, അല്ല അത് പിന്നെ വേദ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ശ്രീകാര്യ ശ്രീനിവാസൻ കാരണമെന്നല്ലേ പറഞ്ഞേ, ശ്രീകാര്യ ശ്രീനിവാസനും വിക്രം തമ്മിലുള്ള ബന്ധത്തിന്റെ പേരില്. അപ്പോഴേക്ക് ശ്രീജയോട് ചോദിച്ചു, നിന്റെ അഭിപ്രായം എന്താന്ന് ചോദിക്കണം. ശ്രീജ പറഞ്ഞു, അത് പിന്നെ അച്ഛാ, വേദ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം കാണുമെന്നാ, ഒരിക്കലും ഈ പറയുന്ന ശ്രീനിവാസനുമായിട്ടുള്ള ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, വേദ ഇങ്ങോട്ടേക്ക് തിരികെ വരുമെന്ന് തന്നെ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദിനി ആടി പറഞ്ഞു, അവളിനി ഇങ്ങോട്ടേക്ക് വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എല്ലാവരും നന്ദിനിയെ നോക്കണം. അതെന്താന്ന് നന്ദിനി അങ്ങനെ പറഞ്ഞെന്ന് മാഷി ചോദിക്കണം. അല്ല, അത് പിന്നെ അച്ഛാ, അവൾക്ക് ഈ വീടിനോട് അത്ര താല്പര്യമൊന്നും ഇല്ലെന്നേ, ഈ വീടിനോട് സ്നേഹമൊന്നുമില്ല, അതൊക്കെ അവളുടെ വെറും അഭിനയം മാത്രമായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും മാഷി ചോദിച്ചു, അല്ല നിനക്ക് അങ്ങനെയാണോ നന്ദിനി തോന്നിയിട്ടുള്ളതെന്ന് ചോദിച്ചു. അതെ, എനിക്ക് അങ്ങനെയാ തോന്നിയിട്ടുള്ളത്. അല്ല, അങ്ങനെയാണ് നിന്റെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ പറ. അത് പിന്നെ ഞാൻ, അല്ല നിനക്ക് സത്യം പറയണം, വേദ ഇവിടുന്ന് പോയതുകൊണ്ട് നിനക്ക് സന്തോഷമാണോ അതോ സങ്കടമാണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും നന്ദിനി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, അവൾ ഇവിടുന്ന് പോയതിൽ എനിക്ക് വലിയ സങ്കടം കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയണം, അപ്പൊ സന്തോഷമാണല്ലേ? സന്തോഷം ചോദിച്ചാൽ സന്തോഷം എന്ന് ചോദിച്ചാൽ എന്തിനാ അച്ഛനോട് മറച്ചു വെക്കുന്നേ, ചെറിയ സന്തോഷമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു, അതിൻ്റെ കാര്യം ഞാൻ അന്വേഷിക്കുന്നില്ല, എനിക്കറിയാൻ കാര്യം, കാരണം നിനക്ക് അവളോട് ഇത്തിരി അസൂയവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. അച്ഛാ, അങ്ങനെ പറയരുത്, അസൂയ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ല അവൾ വന്നതിന് ശേഷം ഈ അമ്മയുണ്ടല്ലോ എന്നെ മൈൻഡ് പോലും ചെയ്യാറില്ല, അവൾക്കാണ് കൂടുതൽ സ്ഥാനം കൊടുക്കുന്നത്, ഞാൻ രണ്ടാം തരക്കാരിയായി പോയെന്ന് പറഞ്ഞു. കമൽ ചോദിച്ചു, ഞാൻ എന്താ നന്ദിനി അങ്ങനെ ചെയ്തേ, ഞാൻ നിങ്ങളെല്ലാം ഒരേപോലെ കാണുന്ന, പിന്നെ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോന്നോളല്ലേ അവള്, അപ്പൊ അതുകൊണ്ട് അതിനേതായ ഒരു വാത്സല്യം കൂടുതൽ അവളോട് ഉണ്ടായിരുന്നു. അമ്മ എന്തോ വർത്താനം പറഞ്ഞേ, അപ്പം ഞാനും ശ്രീജടത്തേക്ക് അങ്ങനെ ഇട്ടെറിഞ്ഞ് പോന്നതല്ലേ, ഇവിടെ വന്നതിന് ശേഷം എത്ര വട്ടം ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ, പിന്നെ അവൾക്ക് എന്നെ പ്രത്യേക പരിഗണന കൊടുക്കുന്നേ. അപ്പോഴേക്കും മാഷ് പറഞ്ഞു, സത്യം പറഞ്ഞാൽ നിനക്ക് അവളോട് അത്ര വലിയ കുശുമ്പും കാര്യങ്ങളൊന്നുമില്ല, പിന്നെ നിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൾക്ക് ഒരിത്തിരി ഇച്ചിരി സമ്പത്ത് ഇതൊക്കെ കൂടുതലുണ്ട്, അപ്പം അതിൻ്റെതായ ഒരു അസൂയും കാര്യങ്ങളും അല്ലേ നന്ദിനി നിൽക്കുന്നു ചോദിച്ചു. അത് കേട്ടപ്പോൾ നന്ദിനി ഒന്നിങ്ങനെ ഒന്ന് ആലോചിച്ചു. നന്ദിനി പറഞ്ഞു, അച്ഛാ, എനിക്ക് അവളോട് അത്രയ്ക്ക് ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ എങ്കിൽ ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴാണ് എനിക്ക് അവളോട് ഒരു കുശുമ്പുള്ളെന്ന് പറയണം. അപ്പോഴേക്കും മാഷ് പറഞ്ഞാ, എന്താണെങ്കിലും നീ എൻ്റെ മുന്നിൽ ഇതൊക്കെ തുറന്ന് സംഭവിച്ചല്ലോ, ഞാൻ കരുതി ഇങ്ങനെ ഒന്നും നീ പറയില്ല എന്ന്, അത് തന്നെ ഒരു വലിയ ആശ്വാസമായിട്ടാ എനിക്ക് തോന്നണേന്ന് പറഞ്ഞു. പിന്നീട് മാഷ് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അന്ന് നമ്മളെല്ലാവരും കൂടെ ക്ഷേത്രത്തിലേക്ക് പോയ സമയത്ത് അവിടെ വെച്ച് എനിക്ക് അപകടം ഉണ്ടായത്. അങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പല കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞപ്പം എന്താണെന്നറിയാവോ, ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചിറങ്ങി കഴിയുമ്പോൾ എനിക്ക് വിക്രത്തെയും കൂട്ടിക്കൊണ്ട് അവിടെ ഏതൊരു ക്ഷേത്രത്തിൽ പോകണം, പാപ പരിഹാരങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ. അതൊക്കെ കേട്ടപ്പോൾ ഒന്നും മനസ്സിലായില്ല. കമലയ്ക്കും കമലയ്ക്കും വിശ്വത്തിനൊന്നും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നന്ദിനിക്കും വിനായനും കാര്യം മനസ്സിലായി, എങ്ങോട്ടാണ് അച്ഛൻ്റെ പോക്കെന്നുള്ള കാര്യം. കാരണം അവർ പേടിച്ചിരുന്ന ഏറ്റവും വലിയൊരു കാര്യമുണ്ട്, സത്യങ്ങളൊക്കെ മാഷ് എല്ലാവരുടെ മുന്നിൽ വിളിച്ചു പറയുവാന്ന്. പിന്നീട് മാഷ് പറഞ്ഞു, അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലൊക്കെ വിചാരം ഉണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാ,
അതൊന്നും നടന്നില്ല എന്ന് പറയണം. അപ്പോഴേക്കും കമല ചോദിച്ചു, എന്തിനാ മാഷേ അതൊക്കെ ഇവിടെ ഇപ്പൊ പറയണമെന്ന് ചോദിക്കുകയാണ്. പറയാതിരിക്കാൻ പറ്റില്ല കമലെ, പറയേണ്ട കാര്യങ്ങൾ പറയണം. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ കാണാമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എല്ലാവരെയും ഒന്ന്. പക്ഷെ അതിന് സാധിച്ചില്ല. എന്താണെന്നറിയാവോ, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ ക്ഷേത്രത്തിൽ പോയി പാപം ഹരിഹരം ഒക്കെ ചെയ്തിട്ട് വന്നതിന് ശേഷം എനിക്ക് രണ്ടെണ്ണങ്ങളെ ആട്ടി ഇറക്കാനുണ്ടായിരുന്നു. ഈ ഇരിക്കുന്ന വിനായകനെ നന്ദിനിയും കൂടെ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് നടന്നില്ലല്ലോ. അപ്പോഴേക്കും കമല ചോദിച്ചു, അല്ലേ ഇവരെ എന്തിനാ ആട്ടി ഇറക്കണേ എന്തിനാന്നോ? അന്ന് നിങ്ങളെല്ലാവരും കൂടെ എന്നെ ഹോസ്പിറ്റലാക്കിയിട്ട് പോകുന്നില്ലേ? ഈ ഇരിക്കുന്ന വിനായകനെ അല്ലേ എൻ്റെ അടുത്ത് ഏൽപ്പിച്ചേ? അന്ന് ഞാൻ പല സത്യങ്ങളും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഇവനെ അവിടെ നിന്ന് ആട്ടി ഇറക്കിയതാ ഹോസ്പിറ്റലിൽ നിന്ന്. എൻ്റെ കൺമുന്നിൽ പോലും കണ്ടേക്കരുതെന്ന്. അത് കേട്ടപ്പം എല്ലാവരും പരസ്പരം നോക്കണം. ബാക്കി ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ എങ്കിലുണ്ടല്ലോ, ഇവന് യാതൊരു ഇതും ഇല്ലായിരുന്നു. അതിനുശേഷമാ എന്നെ ആരൊക്കെയൊക്കെ ചേർന്ന് തട്ടിക്കൊണ്ടു പോയത്. അതിൻ്റെ പിന്നിൽ ഇവനുണ്ടോയെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെയൊന്നും പറയരുത്. എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിച്ചു. ഞാൻ പറയൂടാ, ഞാൻ പറയുക തന്നെ ചെയ്യും. അല്ലെങ്കിലും നീയും നിന്റെ ഭാര്യയും കൂടെ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടോ? നീയും ഈ പറയുന്ന നന്ദിനിയും കൂടെ ചേർന്നിട്ട് ആ ശ്രീകാന്തിനോടൊപ്പം ചേർന്ന് പല പ്രവൃത്തികളും ചെയ്തിട്ടല്ലേ ഈ കുടുംബത്തിനെതിരായിട്ട്. എന്തിനേറെ പറയുന്നു, ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട് നിങ്ങൾ പലപ്പോഴും ശ്രമിച്ചിട്ടില്ലേന്ന് ചോദിക്കുക അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട്. അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു, അച്ഛാ നീ മിണ്ടരുത്. എനിക്ക് തോന്നേ അന്നത്തെ എൻ്റെ തിരോധാനത്തിന് പിന്നിലും ഇവന് പങ്കുണ്ടോന്നാ. കാരണം അന്ന് രാത്രിയിൽ ഇവൻ ആ മുറിയിൽ നിന്ന് പോയതാ. പിന്നെ അങ്ങോട്ടേക്ക് വന്നിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു വന്നു കഴിയുമ്പോൾ ഇവൻ്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കണമെന്ന്. പക്ഷേങ്കിൽ അതിന് സാധിച്ചില്ല. 2-3 ദിവസം ഞാൻ ബോധമില്ലാതെ കിടക്കുമായിരുന്നല്ലോ. പക്ഷെ ഞാൻ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഒരിക്കൽ പോലും ഇവൻ എൻ്റെ അടുത്തേക്ക് വരുവോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഇവന് ഇച്ചിരിയെങ്കിലും പശ്ചാത്താപം ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ വന്നേനെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കമല പറഞ്ഞു, മാഷ് ഇത് എന്തൊക്കെയാ പറയണേ, ഒന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറഞ്ഞു. കമലേ, നിനക്കറിയത്തില്ലാത്ത കാര്യമാണ്. ഇവനും ഇവൻ്റെ ഭാര്യയും കൂടെ ചേർന്നിട്ട് എന്തൊക്കെ തോന്നിയാസങ്ങളാ കാണിച്ചെന്നറിയോ? പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്ത് വൃത്തികേടും കാണിക്കാൻ മടിയില്ലാത്ത നിനക്കറിയാലോ. ഞാനും വിക്രവും തമ്മിൽ ഇത്രയും കാലം ഈ വീട്ടിൽ എങ്ങനെ കഴിഞ്ഞെന്ന് കുറേ കാലങ്ങളായിട്ട് പരസ്പരം കണ്ടാൽ പോലും മിണ്ടുവരത്തില്ലാത്ത ആൾക്കാരെ പോലെയാ. അതിനൊക്കെ കാരണം ആരാന്നറിയാവോ? ഈ നിൽക്കുന്ന വിനായകനാന്ന് പറയണം. കമലയുടെ അന്താളിപ്പോടെ വിനായകനെ നോക്കി. വിനായകനോ? അതെ, അന്നാ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ സമയത്ത് എൻ്റെ ബാഗിനകത്തേക്ക് അത് കൊണ്ടുവച്ച ആരാന്നറിയാവോ? മയക്കുമരുന്ന്. അത് വേറെ ആരുമല്ല, ഈ ഇരിക്കുന്ന വിനായകനായിരുന്നു. അവൻ ആരോടോ പൈസ മേടിച്ചിട്ട് അത് ബാഗിനകത്ത് കൊണ്ടുവച്ച. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കമലയ്ക്ക് തൻ്റെ കാതുകളെ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. ദൈവമേ, ഇങ്ങനെ ഒരു സംഭവം. പെട്ടെന്ന് വിശ്വ ഒരു അന്താളിപ്പോട് കൂടിയിട്ട് മാഷിനെ നോക്കുകയാണ്. കേട്ടത് വിശ്വസിക്കാൻ പോലും വിശ്വത്തിനോ അല്ലെങ്കിൽ ശ്രീജയ്ക്കോ കഴിയുന്നുണ്ടായിരുന്നില്ല. നന്ദിനിയും വിനായകനും ഒക്കെ തലകുനിച്ചിരിക്കുകയാണ്. പിന്നീട് മാഷ് പറഞ്ഞു, അതെ, ഞാൻ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വിക്രം ആ കുറ്റം ഏറ്റെടുത്താന്ന് പറഞ്ഞു. അതുകൊണ്ടും ആയില്ല. അതിനുശേഷം ഇവന് ജയിലിൽ പോയി വിക്രത്തെ കണ്ട് പറഞ്ഞ എന്താണെന്നറിയോ? ഒരു കാരണവശാലും അച്ഛനിത് അറിയരുതെന്ന്. ജയിലിൽ നിന്ന് വിക്രം പുറത്തിറങ്ങിയാലും. അതുകൊണ്ട് വിക്രം എന്ത് ചെയ്തു? ആരോടും ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പോയില്ല. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ആദ്യം കണ്ടെത്തിയത് ആരാന്നറിയോ? വേദയെ കണ്ടെത്തിയത്. വേദ കണ്ടെത്തിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വിക്രം വേദയോട് ഒരു കാര്യം ആവശ്യപ്പെട്ടുള്ളൂ. ഇതൊരു കാരണവശാലും അച്ഛൻ അറിയാൻ പാടില്ല. ഇത് ആരോടും നീ പറയരുത്. അപ്പോഴും ഇവനെ സംരക്ഷിക്കുകയോ ചെയ്തതെന്ന് പറയാണ്. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പത്തിനും വിശ്വത്തിന് സകല നിയന്ത്രണം വിട്ടു. വിശ്വം ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റു. എടാ വിനായക എന്ന് പറഞ്ഞൊരു ഒറ്റ അടിയായിരുന്നു അവൻ്റെ കർണം തീർത്ത്. കാരണം കേട്ടതൊക്കെ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തുള്ള കാര്യങ്ങളായിരുന്നല്ലോ. എടാ, നിനക്ക് ഇതിനേക്കാളും ഭേദം പോയി ചത്തുകൂടായിരുന്നു എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും വല്ലാത്തൊരു അന്താളിപ്പോട് വിനായകൻ ഇങ്ങനെ നോക്കുകയാണ്. ആ സമയം മാഷ് പറഞ്ഞു, അത് ശരിയാ, ഇതിനേക്കാളും ഭേദം അത് തന്നെയായിരുന്നു. പക്ഷെ ഇവനത് ചെയ്യുവോ? ഇവന്റെ കാരണം തീർത്ത് എനിക്കൊന്ന് പൊട്ടിക്കണമെന്നുണ്ട്. പക്ഷെ എൻ്റെ കൈ നാറും. അതുകൊണ്ട് മാത്രം ഞാനത് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇവനൊരിക്കലും ഇങ്ങനെ ദുഷ്ടത്തരം ചെയ്യത്തില്ലായിരുന്നു. കാരണം ഇവനെപ്പോലെ ദുഷ്ടൻ ഈ വീട്ടിൽ ഇനി വേണ്ടാന്ന് പറയണം. ഇറങ്ങിക്കോണം 2 ഈ നിമിഷം ഇവൻ വിക്രത്തെ ഉപദ്രവിച്ചെങ്കിൽ ഇവന്റെ ഭാര്യ ഉണ്ടല്ലോ വേദ്യ ഇവിടെ വന്ന ശേഷം ഉപദ്രവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നേ. വേദ്യ ഇവിടെ വന്ന ശേഷം മുതൽ അവളെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഇവിടെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇവറ്റുകൾ 2 ഇവിടെ വേണ്ട. ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞു. അല്ല അച്ഛാ, അത് പിന്നെ കൂടുതലൊന്നും പറയണ്ട, ഇറങ്ങി പോടാ ഇവിടുന്ന്, അല്ലെങ്കിലുണ്ടല്ലോ. അപ്പോഴേക്കും കമല ഇങ്ങനെ മാഷിനെ നോക്കുകയാണ്. ആ സമയത്ത് മാഷ് പറഞ്ഞു, എനിക്ക് ദയ്യം കരുണ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇനി ഇപ്പം അതുണ്ടാകത്തില്ല. കാരണം ഇവരിവിടെ ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ ഇനിയും പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും.
ഇപ്പം തന്നെ കണ്ടില്ലേ ഇവൻ്റെയൊക്കെ മനസ്സിലിരിപ്പ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവന് ഈ വീട്ടിൽ നിൽക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം. ഇറങ്ങി പോയിക്കോളാൻ പറഞ്ഞ് കൈ ചൂണ്ടുവേണം. ഒടുവിൽ കരഞ്ഞുകൊണ്ട് നന്ദിനിയും വിനായകനോട് അകത്തേക്ക് കയറിപ്പോയി. ഈ സമയം മാഷ് പറഞ്ഞു, ശരിക്കും ശ്രീനിവാസന്റെ പിടിയിൽ പോയി പെട്ടുപോയതാണ് വിക്രം. അതിനുശേഷം കാരണം വിക്രത്തെ കുറ്റം പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതല്ലേ. പിന്നീട് മാഷ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും കമല വന്ന് വിക്രത്തെ കെട്ടിപ്പിടിക്കുവാണ്. കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുക. കാരണം കമലയ്ക്ക് ഭയങ്കര സന്തോഷമായി, അതോടൊപ്പം തന്നെ സങ്കടമായി. ഒരു മകനെ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോധ്യമായി കഴിഞ്ഞപ്പോൾ അടുത്ത മകൻ തെറ്റ് ചെയ്തല്ലോ. എന്നാലും വിക്രം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം, കാരണം ഇതിന്റെ പേരിൽ വിക്രം ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം കമലയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ് നന്ദിനി. അപ്പോഴേക്കും വിനായകൻ ചോദിച്ചു, നമ്മളിനിയിപ്പോൾ എന്ത് ചെയ്യൂടി, എന്ത് ചെയ്യാനിട്ട്, നിങ്ങളെല്ലാത്തിനും കാരണം എന്ന് പറയണം. ഞാനോ? ഞാൻ മാത്രമാണോ? നീയും കാരണക്കാരിയല്ലേ? ഞാനോ? നീ അല്ലേടി ആ വേദന ഇവിടുന്ന് ഇറക്കി വിടാനായിട്ട് പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നേ. ഇതേ എൻ്റെ തലയിലേക്ക് കുറ്റം കെട്ടി വെച്ചാണ്ടല്ലോ, അതിന്റെ പേരിലൊന്നും അല്ല അച്ഛനിപ്പോൾ ഇറക്കി വിടുന്നേ. നിങ്ങൾ ആ ഭാഗിനകത്ത് കൊണ്ട് മയക്കുമരുന്ന് വെച്ചതിന്റെ പേരില്ല. എടി അതിപ്പോൾ ഇങ്ങനെ ഒരു കുരിശാവെന്ന് ഞാൻ വിചാരിച്ചോ? എൻ്റെ മനുഷ്യ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുതെന്ന് പറഞ്ഞു. എടി ഇവിടുന്ന് നമ്മളിനി എങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവും? ഭാഗ്യത്തിന് ഇനി ഒരു രാത്രി അച്ഛൻ തന്നു, നാളെ രാവിലെ ഇറങ്ങി പോയിക്കൊള്ളാനല്ലേ പറഞ്ഞിരിക്കുന്നേ. രാത്രി ഇറക്കി വിട്ടില്ലല്ലോ എന്ന് പറയണം. അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു, ഇന്ന് രാത്രി പോയില്ലെങ്കിലും നാളെ രാവിലെ പോകണമല്ലോ. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോയാലോ എന്ന് ചോദിച്ചു. ബെസ്റ്റ്, അങ്ങോട്ട് ചെന്നാൽ മതി. ദേ നിങ്ങളെക്കാളും മതിപ്പുണ്ട് നിങ്ങളുടെ അച്ഛനാ വീട്ടിൽ, അറിയാലോ. എൻ്റെ അമ്മ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റിച്ചൂലെടുക്കുമെന്ന് പറഞ്ഞു. പിന്നിപ്പോൾ എന്താ ചെയ്യുക? ഒരു കാര്യം ചെയ്യേ, കാല് പിടിക്കാന്ന് പറയണം. കാല് പിടിക്കാനോ? എടി അതൊക്കെ നടക്കുന്ന കാര്യമാണോ? പിന്നല്ലാതെ. അച്ഛൻ പറഞ്ഞൊരു വാചകമുണ്ട്, 3-4 ദിവസം ഞാൻ നോക്കിയായിരുന്നു, നിനക്ക് ഇത്തിരിയെങ്കിലും കുറ്റബോധം ഉണ്ടായിരുന്നെങ്കിൽ നീ എൻ്റെ അടുത്ത് വന്നേനോന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ കാല് പിടിച്ചു പോയി മാപ്പ് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അച്ഛൻ സമ്മതിച്ചെന്നിരിക്കും. അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു, ചെന്നാ മതി, പുറം കാല് കൊണ്ട് തൊഴിച്ചെറിയും അച്ഛനെ, നല്ല തല്ലും തരുമെന്ന് പറയണം. അതെ, 1-2 തല്ലൊക്കെ കൊള്ളാൻ തയ്യാറായിട്ട് വേണം പോവാനായിട്ട്. എടി അതൊന്നും നടക്കുന്ന കാര്യമാണോ? നീ വേറെന്തെങ്കിലും പറ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും മനുഷ്യ, നിങ്ങൾ കുറച്ച് വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കാന്നും പറയണം. വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കണം? നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോ? അതേ മനുഷ്യ, നിങ്ങൾ കുറച്ച് വിഷം അങ്ങോട്ട് കഴിക്കാൻ പറഞ്ഞു. അപ്പം നീയോ? ഞാനിതിന് കഴിക്കണം? നിങ്ങൾ നിങ്ങളുടെ അച്ഛനും ഭാഗിനകത്ത് കൊണ്ട് മയക്കുമരുന്ന് വെച്ചാൽ ഞാൻ വിഷം കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. എടീ നീ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയരുത്. അപ്പം ഇത് ഞാൻ മരിച്ചു പോയില്ലേ? എൻ്റെ മനുഷ്യ, മരിക്കാൻ പാകത്തിലൊന്നും കഴിക്കരുത്, ഇത്തിരി എല്ലാവരും പറ്റിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ അമ്മ അച്ഛനോട് പറയും, മോനല്ലേ അപ്പം അവനങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ഇനിയിപ്പോൾ അതിന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെയൊക്കെ പറഞ്ഞ് സോപ്പിടും. ആ ഗ്യാപ്പിൽ നമുക്കിവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. എടി അതൊന്നും നടക്കുന്ന കാര്യമല്ല. എങ്കിൽ വേണ്ട, പോവാനായിട്ട് തയ്യാറായിക്കോ. ഞാൻ നോക്കിയിട്ട് ഇതൊക്കെയോ മാർഗമുള്ളൂ. നിങ്ങൾ എന്തേലും ഇച്ചിരി കഴിച്ചാൽ മതിയെന്നേ, ബാക്കി ഞാൻ കയ്യിൽ നിന്ന് ഇട്ടോളാം. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നിങ്ങൾ ഈ ആണുങ്ങളൊക്കെ ഓരോന്നും ചെയ്തു വെക്കും, പക്ഷെ ബുദ്ധിയില്ല. പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനെയല്ല. പെണ്ണുങ്ങളുടെ കാര്യം അറിയാലോ, അതുകൊണ്ടാണ് പറഞ്ഞേ. ഇവിടെ എങ്ങനെയാലും നമ്മൾ പിടിച്ചു നിന്നേ മതിയാവുള്ളൂ എന്നൊക്കെ ഒരു ഉപദേശം കൊടുക്കുകയാണ് വിനായകന്. കുറച്ച് കഴിഞ്ഞപ്പോൾ വിക്രത്തിൻ്റെ അടുത്തേക്ക് മാഷ് വരുവാണ്. മാഷ് വന്നിട്ട് വിക്രത്തോട് പറഞ്ഞു, നീ ഈ ചായപ്പി കൂടിയത് അന്നത്തേന് ആ പ്രശ്നത്തിന് ശേഷം, ജയിലിൽ നിന്ന് വന്നതിന് ശേഷം എനിക്കറിയാം. പക്ഷെ ഞാനിന്ന് വിചാരിച്ചുകൊണ്ടിരുന്നേ എപ്പോൾ വേണം നിനക്ക് പുറത്തു പോകാൻ വരാം. അതുകൊണ്ട് നീ ഇവിടെ കൂടിയത്. ശ്രീനിവാസനോടൊപ്പം പോകുന്നതിന് ഇനിയിപ്പോൾ ആരോടും ചോദിക്കാനില്ലോ, അതുകൊണ്ടായിരിക്കുന്ന. ആ സമയം വിക്രം പറഞ്ഞു, ശരിക്കും ആ വീട്ടിൽ കയറി കിടക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല അച്ഛാ, അതുകൊണ്ടാണ് ഞാൻ ഇവനെ പിന്നെ ഇവിടെ തന്നെ തിരഞ്ഞെടുത്തേന്ന് പറഞ്ഞു. മാഷ് പറഞ്ഞു, എല്ലാം എൻ്റെ കയ്യിലെ തെറ്റാ. നിനക്ക് അന്ന് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു. അത് ശരിയാകത്തില്ല അച്ഛാ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും അവനാ വിനായകൻ ഇതുവരെയായിട്ടും എന്നോട് സത്യങ്ങൾ തുറന്നു പറയാൻ കൂട്ടാക്കിയോ ഇല്ലല്ലോ. അത് മാത്രമല്ല, നിന്നെ പിടിച്ചോണ്ട് പോകുന്ന സമയത്തെങ്കിലും അവന് പറയാൻ പാടില്ലായിരുന്നോ? അത് അച്ഛനെ പേടിയുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും. പിന്നെ പോലീസിനും പേടിയുള്ളതുകൊണ്ടായിരിക്കും. അതും പറഞ്ഞുകൊണ്ട് നിനക്ക് വീണ്ടും അവനോട് ക്ഷമിക്കണം എന്നാണോ? അതൊന്നും ശരിയാകത്തില്ല വിക്രം എന്ന് വിക്രത്തോട് മാഷ് പറയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.